CPIM സംസ്ഥാന നേതൃത്വത്തിലേക്ക് പരിഗണിക്കാത്തതിലെ അതൃപ്തി പ്രകടമാക്കുന്നു മുതിർന്ന നേതാവ് എ പത്മകുമാർ. യുവാക്കളെ എടുക്കുന്നതിനൊപ്പം ബാക്കിയുള്ളവരെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നു. വീണ ജോർജിനെ എടുത്തതിൽ തനിക്ക് പ്രശ്നങ്ങളില്ല, പരിഗണന കിട്ടേണ്ടിയിരുന്നു എന്ന മാനസികാവസ്ഥയുണ്ട് എന്നും എ പത്മകുമാർ 24 തുറന്നു പറയുകയാണ്. അല്ല, വീണ ജോർജിനെ എടുത്തതിനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആരും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനാണെങ്കിൽ 52 വർഷമായിട്ട് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും സീനിയറാണ്. ഒരു പരിഗണന കിട്ടേണ്ടിയിരുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടെന്നല്ലാതെ തീരുമാനത്തിന് വിരുദ്ധമായി ഞാൻ നിൽക്കാനോ അതല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഇട്ടേച്ചു പോകാനോ ഇല്ല. ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണല്ലോ. പരിഗണന തരാത്തതിൽ വിഷമമൊന്നല്ല. പുതിയ ചെറുപ്പക്കാർ വരട്ടെ, പ്രതിഷേധമല്ല. പിന്നെ അങ്ങനെ ഒരു എടുത്തേണ്ട ഒരു വിഷമമൊന്നും. AB ജയശങ്കർ ആ വാർത്ത അതെ പത്മകുമാർ സംസാരിക്കുകയാണോ? ഓക്കെ, AB ജയശങ്കർ ആ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നുണ്ട്. ജയശങ്കർ, എ പത്മകുമാർ അവിടെ നിന്ന് കൊല്ലത്തു നിന്ന് നേരെ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങി അവിടെ നിന്ന് പൊതുസമ്മേളനത്തിൽ നിന്ന് വെയിറ്റ് ചെയ്യാൻ നേരെ വന്ന് തിരുവനന്തപുരത്തേക്കാണ്. അദ്ദേഹം പറയുന്നത് താൻ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്, വീണ ജോർജിനെ എടുക്കുന്നതിൽ തനിക്ക് പ്രശ്നങ്ങളില്ല, പക്ഷേ എന്താണ് ഒരു പരിഗണന കിട്ടേണ്ടിയിരുന്നു എന്ന മാനസികാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അതൃപ്തി തുറന്നു പറയുകയാണ് എ പത്മകുമാർ. കാശ്മി, അത് തന്നെയാണ്, കടുത്ത അതൃപ്തി തന്നെയാണ് പത്മകുമാർ തുറന്ന് പ്രകടിപ്പിക്കുന്നത്. CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നതിന് മുമ്പാണ് പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പരസ്യമായി ഒരു അതൃപ്തി പുറത്തു വരുന്നത്. പത്മകുമാറുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് താൻ 52 വർഷത്തോളമായി ഈ ജില്ലയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, തനിക്കൊരു പരിഗണന തരാമായിരുന്നു, ഒരു പരിഗണന കിട്ടണമെന്നൊരു മാനസികാവസ്ഥ തനിക്കുണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു പരിഗണന പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. വീണ ജോർജിനെ എടുത്തതിൽ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയതിൽ തനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷേ യുവാക്കളെ പരിഗണിക്കുന്നതിനൊപ്പം തന്നെ പാർട്ടിയുമായി സഹകരിച്ചു പോകുന്ന, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന മറ്റുള്ളവരെ കൂടി പരിഗണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടുപോകുവാനോ പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കാനോ താനില്ല. പക്ഷേ ഒരു വിഷമമുണ്ട്, ആ വിഷമം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. ജില്ലയിൽ CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്, അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അദ്ദേഹം കൃത്യമായി സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ്, പൊതുസമ്മേളനം ചേരുന്നതിന് മുമ്പ് ഒരു വിയോജിപ്പ് പ്രകടമാക്കുന്നു. സമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം സംസ്ഥാന സമ്മേളന വേദി വിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്രയാകുന്നു. അവിടെ സ്വകാര്യ പരിപാടികൾക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത്. എന്തായാലും വലിയൊരു അതൃപ്തിയാണ് പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാർട്ടി ഇതിനെ എങ്ങനെ പരിഗണിക്കും, എങ്ങനെ ഇതിനെ വിലയിരുത്തും, എങ്ങനെ പരിഹരിക്കും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അറിയാറുണ്ട്. കൂടുതൽ നേതാക്കൾ വിഷമമില്ല, പക്ഷേ ചെറിയൊരു സങ്കടമുണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. P. ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരുമെന്ന് ഇത്തവണ ഉറച്ചു വിശ്വസിച്ചവരുണ്ട്. P. ജയരാജൻ അടക്കം ഇക്കുറിയില്ല. അങ്ങനെ ചില അതൃപ്തികൾ, ഇപ്പോൾ P. ജയരാജൻ അതൃപ്തി പറഞ്ഞു എന്നുള്ളതല്ല, അങ്ങനെ ചില അതൃപ്തിക്കിടയാക്കുന്ന ചില ഒഴിവാക്കലൊക്കെ ഉണ്ട്.